എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കോലാപ്പൂരിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കോലാപ്പൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെയാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ഇവിടെ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി. അപ്പം കുഞ്ഞിയും ഞാനും പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൈവേയിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ റോഡ് വലിയ കുഴപ്പമില്ല. ഇന്നലെ ഭയങ്കരമായിട്ട് ഗട്ടർ റോഡിലും പിന്നെ കയറ്റവും ഇറക്കവുമായിട്ടുള്ള കട്ടർ റോഡുകളിലൂടെയാണ് വന്നത്. അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3ാമത്തെ ദിവസമാണ് കോലാപ്പൂരിലേക്കുള്ള യാത്ര. ഇന്നലെ ഗഗൻവാടിയിൽ നിന്നാണ് ഈ യാത്ര ചെയ്തത്. ഏകദേശം 48 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി. അപ്പോൾ ശരി, ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കോലാപ്പൂരിലോട്ടുള്ള യാത്ര തുടരുകയാണ്. ഇവിടുന്ന് ഒരു 9 കിലോമീറ്ററാണ് കോലാപ്പൂരിലേക്കുള്ളത്. ഇത്രയും ഭാഗത്ത് നമ്മുടെ റോഡ് ഇച്ചിരി പണി നടക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ റോഡ് പണിയുന്ന ആൾക്കാരോട് ചോദിച്ചപ്പം ഈ പണി നടക്കുന്നതിലേ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കാരണം മഴയായതുകൊണ്ട് പണി പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കിലോമീറ്ററുകൾ നീളത്തിൽ കിടക്കുന്ന കരിമ്പിൻ തോട്ടങ്ങളാണ്. ഈ കോലാപ്പൂർ ഭാഗത്തെ പ്രധാന കൃഷി കരിമ്പാണ്. പിന്നെ നെല്ല് വിളയിക്കുന്നത് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ഇന്നലെ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ വിശാലമായ കരിമ്പിൻ തോട്ടം എന്താ രസം എന്ന് നോക്കി. ഇവിടെ 4-5 പഞ്ചസാര ഫാക്ടറികളുണ്ട്. അത്രയും മനോഹരമായ ഒരു ഏരിയയാണിത്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് ഇവിടെ പറ്റുന്നത് കരിമ്പാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പോലെയല്ല, ഓരോ പ്രദേശത്തിനും പറ്റിയ കൃഷികളാണ് ഇവിടെ ആളുകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങകലെ ഒരു പട്ടണം കാണാം. ഇവിടുത്തെ അടുത്ത ഒരു പട്ടണമാണ്. അതുകൊണ്ടോ അങ്ങറ്റത്തേക്ക് പോവുകയാണ് ആ പട്ടണം. ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഗ്രാമങ്ങൾ മാറി ചെറിയ കോൺക്രീറ്റ് വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഉൾഗ്രാമങ്ങളിലൂടെയാണ് ഞാൻ വന്നത്. ഇത് കണ്ടോ, നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞാൻ ഈ മുകളിലത്തെ വഴിയിലൂടെ പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൈഡിലും ഫുള്ള് കരിമ്പന്തോട്ടം തന്നെയാണ്. വളരെ മനോഹരം. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾ കെട്ടും പാണ്ടക്കെട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിതേ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരി, യാത്ര തുടരാം. ഈ വഴിയിലൂടെ കുറച്ച് തള്ളിയിട്ട് ഒരു 1 കിലോമീറ്റർ തള്ളിപ്പോയിട്ട് പിന്നെ നമുക്ക് സൈക്കിൾ ചവിട്ടി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, യാത്ര തുടരാം. ഓൾഡ് പാലസിലോട്ട് ഇപ്പോൾ ആൾക്കാരെ ആരെയും കയറ്റുന്നില്ല. ഞാനവിടെ പോയി ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാരെ ഒന്നും കയറ്റുന്നില്ല. കാരണം അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു ക്ലോക്ക് ടവറൊക്കെ ഉണ്ട്. സെൻറ്ററിൽ ഒരു ക്ലോക്ക് ടവറൊക്കെ ഉള്ള ഒരു പാലസാണ്. ഇവിടുത്തെ മഹാരാജാവിൻ്റെ പഴയ പാലസാണിത്. അപ്പോൾ ഇത് പുതിയ പാലസിലോട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ശരി, സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഛത്രപതി ശിവജി മഹാരാജാവിന് മുൻപുള്ള രാജാവിൻ്റെ പാലസിലോട്ട് എത്തിയതാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. പാലസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നില്ല. കാരണം അതിനുള്ളിൽ മിക്കവാറും വീഡിയോ അലൗഡ് അല്ല. വളരെ മനോഹരമായ ഒരു പാലസ്. Take some shots and go. Take it from the center now. Yes, yeah.
ഇതാണ് ഇവിടുത്തെ ഫോർട്ടിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഛത്രപതി ശിവജി മഹാരാജൻ്റെ ഒരു ശില്പം അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഹൈദരാബാദിൽ കണ്ട പോലെ തന്നെ ഒരു വലിയ ലേക്കിന് സമീപമാണ് ഇവിടുത്തെ ഓൾഡ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലേക്കിൽ ബോട്ട് സർവീസും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ആളുകൾക്ക് ഒരു വിനോദ പരിപാടിയായിട്ടുള്ള ബോട്ട് സർവീസ്. അതുപോലെ തന്നെ ലേക്കിനെ ചുറ്റി വാക്ക് വേ ഉണ്ട്. ഇതാണ് വാക്ക് വേ. രാവിലെ മോർണിംഗ് വാക്ക് നടത്തുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ലേക്കിൻ്റെ ചുറ്റുമാണ് ഈ കോലാപ്പൂർ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ 7:30-8 മണിയായി. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഉടക്കുവല വലിക്കുന്ന ഒരു മനുഷ്യനെ കാണാം. ഒരു റബ്ബർ ട്യൂബിൻ്റെ അകത്തിരുന്ന് ഉടക്കുവല വലിച്ചെടുക്കുകയാണ്. അപ്പം ഇവിടെ വാക്ക് വേ ആയതുകൊണ്ട് ഇവിടെ മുഴുവൻ കടകളുണ്ട്. പക്ഷേ രാവിലെ ഒന്നും ഓപ്പണല്ല. വൈകുന്നേരമാണ് ഇവിടെ എല്ലാം സജീവമാകുന്നത്. അവിടെ ഒരു ടീ ഷോപ്പുണ്ട്. പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് പതിയെ മുമ്പോട്ട് പോകാം. കോട്ട കാണാനാണ് പോകുന്നത്. അപ്പോൾ ശരി, കോലാപ്പൂരിലെ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമുക്കൊരു കാഴ്ചയുണ്ട്. പഞ്ചഗംഗ, അതായത് 5 നദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലം, പഞ്ചഗംഗാ സംഗം. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യയിൽ തന്നെ 5 നദികൾ സംഗമിക്കുന്ന ഒരേ ഒരു സ്ഥലം ഈ മഹാരാഷ്ട്രയാണ്. അതിനുശേഷം ആ ഒറ്റ നദിയായിട്ട് വരുന്ന ആ നദിയുടെ മുകളിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. അതാണ് പഞ്ചഗംഗ. ഇത് പഞ്ചഗംഗയാണ്. പഞ്ചഗംഗയുടെ മുകളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 നദികൾ വന്ന് ചേർന്നതിന് ശേഷം വരുന്ന ഒരു നദിയാണ്. താഴെ നദിക്കരയിൽ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അവിടെ നല്ല തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ പതിയെ നമ്മൾ പാലം ക്രോസ് ചെയ്യുകയാണ്. ഇടതുവശത്ത് പഴയ പാലമാണെന്ന് തോന്നുന്നു. അതെ, പഴയ പാലമാണ്. ഇത് പുതിയ പാലമാണ്. താഴെ മുഴുവൻ കരിമ്പും തോട്ടങ്ങളാണ് കേട്ടോ. ഫുള്ള് കരിമ്പ്. നമ്മുടെ അവിടെ പാടത്തെ ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നെൽപ്പാടം കണ്ടിരുന്ന പോലെ, തക്കാളി തോട്ടം കണ്ടിരുന്ന പോലെ ഇവിടെ കരിമ്പ് കൃഷി മാത്രമേ ഉള്ളൂ. അത് മുഴുവൻ ഈ പഞ്ചഗംഗാ നദിയെ ആശ്രയിച്ചാണ്. സൈക്കിളിനെ കഴിഞ്ഞ് സ്പീഡ് കുറച്ച് പോകുന്ന കാരണവന്മാരാണ് നമുക്ക് ഏറ്റവും വലിയ പ്രതിബന്ധം. ഇത് കണ്ട പോകുന്നു. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴ. ന്യൂട്രിട്ട് പോവുക, പെട്രോൾ ലാഭിക്കുക. ഇത് പുറകെ വരുന്നൊരു പാര. പഞ്ചഗംഗ അപ്പത്തെ നമ്മൾ പഞ്ചഗംഗ നദി കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഈ നമ്മുടെ പിതൃക്കൾക്ക് പിണ്ടം വയ്ക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എല്ലാ സംഗമങ്ങളിലും അങ്ങനെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ അതുതന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന ഒരു സ്ഥലമാണിത്. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന നദി 3 നദികളാണ്. അപ്പം 3 നദികളിൽ ഈ നദിയിൽ 2 നദികളും മറ്റ് 2 നദികൾ കുറച്ച് ദൂരെ നിന്ന് വന്ന് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ആ നദിയിൽ 3 നദികളുടെ സംഗമമാണ് ആ നദി. അങ്ങനെ 3ഉം 2ഉം 5 നദികൾ ചേർന്ന് ഇവിടുന്ന് ഒഴുകിപ്പോകുന്നതാണ്. ഇതാണ് പഞ്ചഗംഗ. ഇത് അവരവിടെ പൂജ നടത്തുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അതാണ് പഞ്ചഗംഗ. ആ നദിയുടെ പേരാണ് പഞ്ചഗംഗാ നദി. ഇവിടെയെല്ലാം ഈ
ബലിതർപ്പണം നടത്താനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ടൂടെ നമുക്ക് പോകാൻ പറ്റും. ഈ പഞ്ചഗംഗാ നദിയുടെ അടിയിലൂടെ അങ്ങേ കരയിലേക്ക് പോകാൻ പറ്റും. ധാരാളം മീൻ പിടിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിലൂടെ മുൻപ് വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലൂടെയുള്ള റോഡിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇതുണ്ടോ, അങ്ങേ സൈഡിലെ റോഡിലൂടെ വന്ന് ഇത് എല്ലായിടത്തും ഇങ്ങനെയാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൗകര്യമുണ്ട്. നമ്മുടെ നാട്ടിലില്ലാത്തൊരു പ്രത്യേകതയാണിത്. ഈ റോഡിൻ്റെ ഈ പാലത്തിൻ്റെ അടിയിലൂടെ അക്കരെ ഇക്കരെ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് കണ്ടോ, ഇവിടുന്ന് വണ്ടി ഇറങ്ങുന്നു, ഈ പാലത്തിൻ്റെ അടിയിലൂടെ അക്കരയ്ക്ക് പോകുന്നു. നമ്മുടെ ഇവിടെ ചെയ്യാത്തൊരു കാര്യമാണിത്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് മുകളിൽ കൂടെ വണ്ടികൾ ക്രോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചെറിയ രീതിയിലൊക്കെ നമുക്കിതിലെ ക്രോസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പുറത്തെ സൈഡ്. ഞാൻ അപ്പുറത്തെ സൈഡിലാണ് സൈക്കിൾ വെച്ചിരിക്കുന്നത്. ഇത് വാട്ടർ റിസർവയറിലോട്ട് പോകുന്ന ഇതാണ്. ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഒരു പ്രദേശമൊക്കെ കാണാം. മുഴുവനായും കരിമ്പ് കൃഷിയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. കേട്ടോ, ഫുള്ള് കരിമ്പ് കൃഷി. ഈ നദിയിലേക്ക് 2 നദികൾ വന്നു ചേരുന്നു. ആ നദിയിലേക്ക് 3 നദികൾ വന്നു ചേരുന്നു. ആ 2 നദികളും പിന്നെ വന്നു ചേരുന്നത് ഈ പഞ്ചഗംഗയായിട്ടാണ് ഒഴുകി പോകുന്നത്. അങ്ങനെ 5 നദികളുടെ സംഗമമായതുകൊണ്ട് ഇതിനെ പഞ്ചഗംഗ എന്നാണ് വിളിക്കുന്നത്. നമ്മളിനി പോകേണ്ടത് തേണ്ട ആ മലയുടെ മുകളിലേക്കാണ്. തേണ്ട ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ്. അത് നമ്മൾ തിരിച്ചു പോയിട്ട് വേണം വീണ്ടും ആ മലയുടെ മുകളിലേക്ക് പോകാൻ. അതിൻ്റെ മുകളിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ രാജാക്കന്മാർ അത് ഛത്രപതി ശിവജിയുടെ പരമ്പരയിൽപ്പെട്ടവരല്ല. ഈ ഭാഗം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കോട്ടയായിരുന്നു അത്. അങ്ങനെ 2 പാലസുകൾ, 2 കൊട്ടാരങ്ങൾ ഇവിടെയുണ്ട്. ഒരു പഴയ കൊട്ടാരവും ഒരു പുതിയ കൊട്ടാരവും. അത് പിതാവും മകനും നിർമ്മിച്ച കൊട്ടാരങ്ങളാണ്. അപ്പോൾ അത് ഒരെണ്ണം ഈ പഞ്ചഗംഗാ നദിയുടെ സമീപത്തും മറ്റൊരെണ്ണം ഉള്ളിലുമാണ്. അപ്പോൾ പഞ്ചഗംഗയുടെ മുകളിലൂടെയുള്ള പാലമാണിത്. ഈ പാലത്തിൻ്റെ അങ്ങേ തലയിലുള്ള പ്രതിതർപ്പണം നടത്താനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് നമ്മുടെ സൈക്കിൾ എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കൂടുതൽ സമയം നിന്നാൽ ശരിയാവത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പോവുകയാണ്. മഴയായതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ കലങ്ങിക്കിടക്കുന്നത്. ഇവിടുത്തെ വെള്ളത്തിന് നല്ല ക്ലിയർ വെള്ളമാണ്. പക്ഷേ ഇപ്പോൾ മഴയായതുകൊണ്ട് ചേറ് വന്ന് ഇവിടുത്തെ മണ്ണ് ചേറുമണ്ണാണ്. അതുകൊണ്ടാണ് ആ കളറ്. അപ്പോൾ ശരി, നമ്മൾ യാത്ര തുടരുകയാണ്. ഏകദേശം 16 കിലോമീറ്റർ ഇനി പോകാനുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് മുഴുവൻ കരിമ്പുന്തോട്ടങ്ങളാണ് കേട്ടോ. ഈ കരിമ്പുന്തോട്ടം കണ്ട് 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 മടുത്ത്. അങ്ങ് അകലെ ഒരു ഗ്രാമം കാണാം. അങ്ങേ അകലെ ഒരു ഗ്രാമം. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹൈവേയിലൂടെ, സ്റ്റേറ്റ് ഹൈവേ ആണ്, ഇതിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കോട്ടയിലേക്ക് എത്താം. ഇപ്പോൾ ഇവിടെ രണ്ട് കുപ്പി വെള്ളം വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മുടെ വെള്ളം തീർന്നായിരുന്നു. കുഞ്ഞിതേ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് കിടക്കുകയാണ്. അവിടെ ഒന്ന് ഇറക്കാമെന്നുണ്ട്. പക്ഷേ ഇവിടെ നായ്ശല്യം ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ ദൂരം പോയിട്ട് എവിടെയെങ്കിലും ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ എല്ലാം നായ്ക്കളുണ്ട്. അവളതാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് അവിടെ സുഖമായിട്ട് തിന്നിട്ട് കിടക്കുക. ഇല്ലടി കള്ളി, മുഖം കഴിയില്ലല്ലേ രാവിലെ? മുഖമൊക്കെ കഴുകാം. ഭയങ്കര കട്ടർ പിടിച്ച റോഡിൽ കൂടിയാണ് വന്നത്. അപ്പോൾ നമ്മൾ സംഗമം, അതായത് പഞ്ചഗംഗാ സംഗമം കാണാൻ പോയിട്ട് വരുന്ന വഴിയാണ്. നമ്മുടെ ദേശീയ പതാക പാറിക്കളിക്കുന്നുണ്ട്. അതാണ് നാനാത്വത്തിലെ ഏകത്വമാണ് ഈ കാണുന്നത്. ഇവിടെ മഹാരാഷ്ട്രയിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ആൾക്കാർക്ക്. നമ്മളെല്ലാം ഭയങ്കരമായിട്ട് കാര്യമായിട്ട് വർത്തമാനം പറയുന്ന ആൾക്കാരാണ്. വന്ന് സ്കൂട്ടറൊക്കെ നിർത്തി വർത്തമാനം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പോൾ ശരി, നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോഴത്തെ ആ മലയുടെ മുകളിലാണ് കോട്ട. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കാണുന്നതാണ് കോട്ട. അതിൻ്റെ മുകളിൽ ആൾത്താമസമൊക്കെ ഉണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടയുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്യണം. അപ്പോൾ ഇനിയൊരു 10 കിലോമീറ്ററൂടെ ഈ വഴിയിലൂടെ പോയാലേ ഉള്ളൂ നമുക്ക് അങ്ങ് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരി, നമ്മൾ പതിയെ ചവിട്ടി പോവുകയാണ്. രാവിലെ 6 മണിക്ക് ഇറങ്ങിയ യാത്രയാണ്. കുറേ ദൂരം ഇങ്ങ് പോന്നു. ഇതെല്ലാം കൃഷിസ്ഥലമാണ്. കരിമ്പിൻ തോട്ടങ്ങളാണ് മുഴുവൻ. ഈ മലയടിവാരം മുഴുവൻ കരിമ്പിൻ തോട്ടങ്ങളാണ്. ഈ സൈഡും അതെ, ഇവിടെ മുഴുവൻ കരിമ്പിൻ്റെ കൃഷിയാണ്. കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ നാട്ടിലില്ലാത്ത, പണ്ട് നമ്മുടെ കൂടുതൽ നമ്മുടെ
അയർക്കുന്നം റൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു കരിമ്പ് കൃഷി. പിന്നെ കിടങ്ങൂരുണ്ടായിരുന്നു, കട്ടച്ചിറ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയൊന്നും ഇല്ല, അവിടെ എല്ലാം കുറവാണ്. എന്നാലും നമ്മൾ ഈ കരിമ്പ് കൃഷിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പതിയെ യാത്ര തുടരുകയാണ്. ഈ ഒരു 10 കിലോമീറ്റർ ആ കോട്ടയുടെ മുകളിലെത്തണം. അതിൽ വണ്ടിയൊക്കെ പോകുന്നത് കാണാം. ആ വഴി വേണം നമുക്ക് പതിയെ കയറിപ്പോവാൻ. അപ്പോൾ ശരി, യാത്ര തുടരാം. അപ്പോഴത്തെ നമ്മൾ കോട്ടയുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കോട്ടയുടെ ഒരു ഭാഗം, അങ്ങ് മുകളിൽ കാണുന്ന അങ്ങോട്ടേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇനിയൊരു 4 കിലോമീറ്റർ കൂടിയുണ്ട്. ഇന്ന് അവിടെ എത്താമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ താമസമുള്ളതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും തങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് 2-3 പേരെ പരിചയപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അവിടെ തങ്ങാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ താഴെ മുഴുവൻ നെൽവയലുകളാണ്. കണ്ടത് കണ്ടോ, തട്ട് കൃഷിയായിട്ട് നെൽവയൽ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഈ മലയോര മേഖലയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മൾ മുകളിലോട്ട് കയറി വന്നപ്പോഴത്തേനും താഴെ ആ കോലാപ്പൂർ ടൗൺ മുഴുവൻ നമുക്ക് കാണാം. ഇത് കണ്ടോ, കാഴ്ച കണ്ടോ, ഫുൾ ഏരിയയും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇത്രയും കിലോമീറ്ററാണ് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി കയറി വന്നത്. അപ്പോൾ ആ സിറ്റിയുടെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, അതാണ് യഥാർത്ഥ കോലാപ്പൂർ ടൗൺ. ഏതുണ്ടോ അങ്ങ് അകലെ കാണുന്നത്, അത് നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്ത്രപ്രധാനമായ സ്ഥലത്ത് തന്നെയാണ് ഈ കോട്ട കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ ധാരാളം റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സുഖവാസ കേന്ദ്രമാണിത്. ഇതാണ് കോട്ടയുടെ ഭാഗങ്ങൾ. ഇതിൻ്റെ മുകളിലെല്ലാം കോട്ടയുടെ ഭാഗങ്ങളാണ് കേട്ടോ. ഇതെല്ലാം കോട്ടയുടെ ഭാഗങ്ങളാണ്. അപ്പോഴത്തെ താഴത്തെ ഗ്രാമവും ഗ്രാമ ഭംഗിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ വഴിയെ ഇങ്ങനെ കറങ്ങിയാണ് കയറി വന്നത്. സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങ് അകലെയൊക്കെ കരിമ്പിൻ തോട്ടങ്ങളാണ് മൊത്തം കാണുന്നത്. അതുപോലെ തന്നെ നെൽവയലുകൾ. ഇതെല്ലാം നെൽവയലാണ്. ഈ കോട്ടയുടെ സമീപത്തുള്ള നെൽവയൽ, അതിൻ്റെ നടുവിലൊരു അമ്പലം. അപ്പോൾ ശരി, നമ്മുടെ യാത്ര കോട്ടയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. കുഞ്ഞിനെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ചേട്ട വെച്ചിരിക്കുന്നു കുഞ്ഞ്. അപ്പോൾ നമ്മൾ കോട്ടയുടെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. നായകിഞ്ച ഷാജ. ഇവിടെയും നമ്മൾ പീരങ്കി, നമ്മൾ ഗഗൻ ബാവടായിൽ കണ്ട പോലത്തെ പീരങ്കിയാണ്. തടിയിൽ തീർത്ത പീരങ്കി എടുത്തുകൊണ്ട് പോകാനുള്ള പരുവത്തിലുള്ള പീരങ്കിയാണ് കാണുന്നത്. കണ്ടോ, ഇതിൽ കുതിരവണ്ടിയിലൊക്കെ കെട്ടി വലിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യത്തോടു കൂടിയ ഒരു പീരങ്കിയാണ്. അപ്പോൾ ശരി,